Welcome back to episode number 5 of Tournament Vlog and അതുപോലെ വെൽക്കം ടു സെമി-ഫൈനൽ 2. സെമി-ഫൈനൽ മാച്ച് കളിക്കുന്നത് ആതിഥേയരായ ഇമ്മാനുവൽ മർത്തോമ ഇടവകയും തൊട്ടപ്പുറത്ത് കിടക്കുന്ന നെല്ലിമല ഇടവകയും കൂടിയാണ്. അങ്ങനെ രണ്ട് ടീമും വാമപ്പിനായിട്ട് ടർഫിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീം ഇതാ റെഡ് ആൻഡ് ബ്ലാക്ക് ജേഴ്സിയിലാണ് കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതാ നമ്മുടെ സ്റ്റാർ ഡിഫൻഡർ റേബൽ ജോൺസൺ റണ്ണപ്പ് എടുക്കുന്നു. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എല്ലാവരും വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഡ്രില്ലും പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു സ്ട്രൈക്കർ നിഖിൽ ഫിലിപ്പ്, നമ്മുടെ ഗോളി ജെഫിൻ ജോസഫ്. അങ്ങനെ അപ്പോൾ എല്ലാവരും വാമപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാച്ചിന് വേണ്ടി റെഡി ആവുകയാണ്. മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് AIFF നാഷണൽ ഫുട്ബോൾ റഫറി രാജീവ്, KFA റഫറി ഉമേഷ് ബാലു. നെല്ലിമല ബദൽ പള്ളിയുടെ ഫുട്ബോൾ ടീമായ നെല്ലിമല FC NFC-മായിട്ടുള്ള വാശിയേറിയ സെമിഫൈനൽ മത്സരം സ്റ്റാർട്ടായിരിക്കുകയാണ്. മത്സരം ഇൻടാക്റ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഗോൾ വല കുലുക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പെട്ടെന്നായിരുന്നു നമ്മുടെ ഗോൾ മുഖത്തേക്ക് നെല്ലിമല ടീമിൻ്റെ ഒരു മുന്നേറ്റം. പക്ഷേ ആ ബോൾ വന്നതും നല്ല കിട്ടിലമായിട്ട് അത് ക്ലിയർ ചെയ്ത് വിടുകയാണ് നമ്മുടെ ഗോളി ജെഫിൻ. ടീമിലെ ബ്രദേഴ്സായ നിമലും നിജിലും അവരുടെ പൊസിഷൻ സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ ഫോർവേഡായിട്ട് കളിച്ച നിമൽ ഇപ്പോൾ ബാക്കിൽ വന്നിരിക്കുകയാണ്. സ്റ്റോപ്പർ ബാക്കായിട്ട് കളിച്ചിട്ട് നിജൽ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഗോൾ മുഖത്തിൻ്റെ തൊട്ടടുത്ത് നെല്ലിമലയ്ക്ക് ഒരു ത്രോ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നിഷ്പ്രയാസം അതിനെ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡിഫൻഡേഴ്സ്. നമ്മുടെ ജേഴ്സി നമ്പർ 9 അച്ഛൻ്റെ വക ഒരു കിഡിലും മുന്നേറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അവരുടെ ഡിഫൻഡർ തട്ടി കോർണറിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത കോർണർ ആവട്ടെ ഗോളി തട്ടി നേരെ നമ്മുടെ പോസ്റ്റിലേക്കാണ് വന്നത്. 2-3 ഷോട്ട് നമ്മൾ ടാർഗറ്റിലേക്ക് അടിച്ചെങ്കിലും ഒന്നുപോലും ഗോളാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല, അവരെ കൊണ്ടും പറ്റിയില്ല. അങ്ങനെ ഗോൾ ചെയ്ത സമനിലയിൽ തന്നെ തുടർന്നു. രണ്ട് ടീമിൻ്റെയും ബാക്ക് ലൈൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഡിഫൻഡേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നു, ഗോളികളെല്ലാം സേവ് ചെയ്ത് വിടുന്നു. ആ സിറ്റുവേഷൻസിൽ ഹെഡ് ചെയ്ത് ഗോൾ കയറ്റാൻ വേണ്ടി നമ്മുടെ ഡിഫൻഡേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പറ്റാത്തതുകൊണ്ട് കൃത്യസമയത്ത് റോൾ ബാക്ക് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പർ ബാക്സ് എല്ലാം പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റൈൽ മേറ്റ് ആയിട്ട് 0-0 തന്നെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. 12 മിനിറ്റ് ഈച്ചാണ് ഓരോ ഹാഫും വരുന്നത്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തും സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് സ്ട്രൈക്കർ പൊസിഷനിൽ കൊച്ചേബിൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ലിമിനയുടെ സ്റ്റോപ്പർ പാക്കേജ് വിഷയമായിട്ടോ ഒരു വെടിച്ചില് ഷോട്ടായിട്ട് എടുക്കുന്നത്. റോബർട്ടോ കാർലോസിനെ ഓർമ്മപ്പെടുത്തുന്നതും ഭയങ്കര കിടുക്ക പവർഫുൾ ഷോട്ടാണ് അളി എടുക്കുന്നത്. നമ്മുടെ മെയിൻ സ്ട്രൈക്കർ അജിത്തിനെ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നെല്ലിമല ഡിഫൻസ്. 2 ഗോൾ അടിച്ച അജിത്തിന് ഇതുവരെ നമ്മുടെ ഗോൾ വല കൊലുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ 12-12 24 മിനിറ്റിന്റെ ഫുൾ ടൈം മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗോൾ 0-0. അതുകൊണ്ട് നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് കിക്ക് എടുക്കുന്നത് നെല്ലിമലയാണ്. കിക്ക് എടുക്കുന്ന അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള അഭിനവാണ്. ഗോൾ പോസ്റ്റിൽ നമ്മുടെ ഗോളി ജെഫി ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. പെനാൽറ്റീസിൽ നമ്മൾ ഓൾറെഡി വീക്ക് ആണെന്നാണ് നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഗോള് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് സീ. ടേക്കിംഗ് പെനാൽറ്റി ഓഫ് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ കയറിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ട്രൈക്കർ അജിത്ത് കഴിഞ്ഞ കളിയിൽ ഒരു പെനാൽറ്റി എടുത്തിട്ടുണ്ട്. ഈ പെനാൽറ്റി എങ്കിലും കയറണമെന്നാണ് പ്രാർത്ഥന. ലെറ്റ്സ് സീ. ഓഫ് അൺഫോർച്ചുനേറ്റ്ലി സേവ് ചെയ്തിരിക്കുകയാണ്. ഈ പെനാൽറ്റി അവരെടുത്തു കഴിഞ്ഞാൽ അവർ നേരെ ഫൈനലിലേക്ക് പോവും. തോറ്റു.